അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ ഇൻ്റർനെറ്റ് മാത്രം യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാറ്റ്ഫോമിനെ കുറിച്ചിട്ടാണ്. വളരെ സിമ്പിളായിട്ടുള്ള മണി ഏണിംഗ് മെത്തേഡാണ്. നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങളുടെ ഫോണിൽ തന്നെ യൂസ് ചെയ്തുകൊണ്ട് മാക്സിമം മണി ഏൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ഫുൾ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും കണ്ടവർക്ക് സിമ്പിളായിട്ട് മണി ഏൺ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളത് സംശയമല്ല. അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക മാത്രമല്ല നമ്മുടെ ഇതിൻ്റെയൊക്കെ പ്രൂഫും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലൂടെയാണ്. അപ്പോൾ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ഇനിയും ജോയിൻ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് വെക്കുക. മാത്രമല്ല ഇതിനേക്കാൾ നല്ല ഏണിങ്സ് അച്ചീവ് ചെയ്യാൻ പറ്റാവുന്ന ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഒരു 100 രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് 1000 രൂപയൊക്കെ സിമ്പിളായിട്ട് മണി ഏൺ ചെയ്യാൻ പറ്റാവുന്ന പ്ലാറ്റ്ഫോമുകളും അതിൻ്റെയൊക്കെ പ്രൂഫും കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയും അതിൽ ജോയിൻ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യുക. ടെലഗ്രാമിലും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാവിയിൽ നല്ല ഓഫേഴ്സും നമ്മുടെ ഗിവ് അവേസും കാര്യങ്ങളൊക്കെ അതിൽ അനൗൺസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ ഡിസ്ക്രിപ്ഷനിൽ കയറിക്കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതേപോലെ ഇതിലേക്ക് വരാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യം നമുക്ക് ഈ സൈറ്റ് ഒന്ന് പരിചയപ്പെടാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറച്ച് ആപ്ലിക്കേഷൻസൊക്കെ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻ്റർനെറ്റ് യൂസ് ചെയ്തുകൊണ്ടൊക്കെ നിങ്ങൾക്ക് മണി ഏൺ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ അവർ സർവീസ് സൈനപ്പ് ആദ്യം ചെയ്യുക, പിന്നെ ഇൻസ്റ്റാൾ ആപ്ലിക്കേഷൻസ്, പിന്നെ അതോടൊപ്പം തന്നെ അവരുടെ ഇൻ്റർനെറ്റ് കണക്ഷൻ നമ്മൾ കൊടുക്കുന്നു. അങ്ങനത്തെ കാര്യങ്ങളാണ്. ഇത് എല്ലാ പ്ലാറ്റ്ഫോമിലും വർക്ക് ചെയ്യും. ഇപ്പോൾ പലരും ചോദിച്ചു വരുന്നുണ്ട് ഐഫോണിൽ വർക്ക് ചെയ്യുമോ, ആൻഡ്രോയിഡിൽ വർക്ക് ചെയ്യുമോ, അങ്ങനെയൊക്കെ പലരും ചോദിച്ചു വരാറുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന പ്ലാറ്റ്ഫോമിലൊക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ആൻഡ്രോയിഡാണ്. ആൻഡ്രോയിഡിൻ്റെ ആപ്ലിക്കേഷനിലേക്ക് പോകുന്നു. ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ വെർത്ത് ഞാനൊന്ന് കാണിച്ചു തരാം. ഏകദേശം 1 മില്യൺ പ്ലസ് ഡൗൺലോഡ്സ് ആണ്. ഏകദേശം 1 മില്യൺ അഥവാ 1 മില്യൺ ആൾക്കാർ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് മണി ഏൺ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. ഓക്കെ, അപ്പോൾ അത്രയും ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിളായിട്ട് മണി ഏൺ ചെയ്യാനായിട്ട് പറ്റും. ഒരുപാട് പേർക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നതുകൊണ്ടല്ലോ 1 മില്യണൊക്കെ ആൾക്കാർ ഇതിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇതുപോലെ ഇൻ്റർഫേസിലേക്ക് വരും. അപ്പോൾ ഈ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്പൺ ആക്കി വരുന്നത് നിങ്ങൾക്ക് ഡോണ്ട് ഹാവ് എ ടോക്കൺ എന്നുള്ള ലിങ്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ടോക്കൺ എടുക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ടോക്കൺ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ നെയിം, അതോടൊപ്പം തന്നെ ഇമെയിൽ, പിന്നെ പാസ്വേഡ്, പിന്നെ റിപ്പീറ്റ് പാസ്വേഡ് അടിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ സൈനപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾ ആദ്യം ടോക്കൺ ക്രിയേറ്റ് ചെയ്തെടുക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊടുത്ത് നിങ്ങൾക്ക് സൈനപ്പ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇമെയിലും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഡീറ്റെയിൽസ് മാത്രം കൊടുത്തുകൊണ്ട് സൈനപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ലോഗിൻ ചെയ്യാനുള്ള ഇൻ്റർഫേസിലേക്ക് വരും. ലോഗിൻ ചെയ്തെടുക്കണം. സോ ഒരു കാര്യം വിട്ടുപോയി, നിങ്ങൾ ലോഗിൻ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഈ ഇമെയിൽ നിങ്ങൾ വെരിഫിക്കേഷൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നിങ്ങളെ ഇമെയിലിലേക്ക് ഇതുപോലൊരു കോഡ് വന്നിട്ടുണ്ടാവും, ഒരു വെരിഫിക്കേഷൻ സംഭവം വന്നിട്ടുണ്ടാവും. അതിൽ നിങ്ങൾ വെരിഫൈ ഇമെയിൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിനെ വെരിഫൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ജസ്റ്റ് ഇതൊന്നുമില്ല, ജസ്റ്റ് നിങ്ങൾ ആ കൊടുത്ത ഇമെയിൽ ഏതാണോ ആ ഇമെയിലേക്ക് തന്നെയാണ് നമ്മൾ ഈ ഒരു സംഭവം വരിക. ഓക്കെ, ഇനി നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ ഇമെയിൽ ഇവിടെ ടൈപ്പ് ചെയ്യുക, അതിന് ശേഷം ലോഗിൻ ചെയ്യുക. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആ ലോഗിൻ പേജ് ഓപ്പൺ ആക്കി വരുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഇതിൽ കാണാനായിട്ട് പറ്റുന്നത് കേട്ടോ. ഓക്കെ, ഇത് കണ്ടോ, നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ടുള്ള ഇൻ്റർഫേസാണ്. മുകളിലൊരു മെനു ബാർ, പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്ലാറ്റ്ഫോമുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോമിലാണോ യൂസ് ചെയ്യുന്നത്, നിങ്ങൾ വിൻഡോസ് ആണെങ്കിൽ വിൻഡോസിൽ, മാക്കിൻ്റെ അതിൻ്റെ ആണെങ്കിൽ അതിൽ, നമ്മൾ ആൻഡ്രോയിഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ആൻഡ്രോയിഡ് ആകുമ്പോൾ ആൻഡ്രോയിഡിലാണ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളോട് നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ടോക്കൺ. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ടോക്കൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്കൊരു കോപ്പി ചെയ്യുന്നൊരു ചിഹ്നം കാണാം. അതിൽ നിങ്ങൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവിടുത്തെ ഒരു ടോക്കൺ നിങ്ങൾക്ക് കോപ്പി ആയിട്ട് വരും. ആ ഒരു കോപ്പി ചെയ്ത ടോക്കണാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ടോക്കണായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്യേണ്ട സ്ഥലത്ത് നിന്ന് ടോക്കൺ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് ഇവിടെ സ്റ്റാർട്ട് ഏണിങ്സ് തുടങ്ങിയിട്ടുണ്ട്, സർവീസസ് റണ്ണിങ്. അപ്പോൾ നമ്മൾ ഓരോ മിനിറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ട, ഇതിലൊരു വാക്കും കാര്യങ്ങളൊന്നുമില്ല, ഇത്രയും കാര്യങ്ങൾ ചെയ്ത് വെക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യും, 30 ദിവസം കൂടുമ്പോൾ നമ്മുടെ ആ ഒരു ഇത് ബാക്ക്ഗ്രൗണ്ടായിട്ട് ഇത് റൺ ചെയ്തുകൊണ്ട് മണി ഇങ്ങനെ ഏൺ ചെയ്തുകൊണ്ടേയിരിക്കും. ഇതൊരു ഗൈനിങ് ആപ്ലിക്കേഷനാണ്, ഇത് സിമ്പിളായിട്ട് മണി ഏൺ ചെയ്തുകൊണ്ടിരിക്കും. ഇടയ്ക്ക് നിങ്ങളിതൊന്ന് ഓപ്പൺ ആക്കി വെച്ചാൽ മാത്രം മതി. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഈ ഒരു എമൗണ്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് പതിവ്. ഓക്കെ, പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും നിങ്ങളുടെ ടോക്കണും കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് പുതിയ റീസെറ്റ് ടോക്കൺ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇടയ്ക്കിടയ്ക്കൊന്ന് റീസെറ്റ് ചെയ്ത് കൊടുക്കുന്നത് നന്നാവും. ഓക്കെ, റീസെറ്റ് ടോക്കൺ ഒന്നുമില്ല, ജസ്റ്റ് ഇവിടെ ടോക്കൺ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ടോക്കൺ നമ്മളവിടെ നിന്ന് കോപ്പി ചെയ്ത ടോക്കൺ ഉണ്ടല്ലോ അതുകൂടെ കൊടുക്കുക, സ്റ്റാർട്ട് ഏണിംഗ് എന്ന് കൊടുക്കുക, എന്നിട്ട് സർവീസസ് റണ്ണിങ്. അപ്പോൾ നമുക്കിങ്ങനെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ റൺ ചെയ്ത് നമ്മുടെ എമൗണ്ട് ഓരോ ദിവസവും 24 hours കൂടുമ്പോൾ നമ്മുടെ എമൗണ്ട് ഇതിൽ കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇതിലെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ എമൗണ്ട് കയറുന്ന ഈ ഒരു സ്ഥലത്തേക്ക് വന്നാൽ മതി. ഓക്കെ, അപ്പോൾ ഇനി ഇങ്ങനെ ഇതിൽ നിന്ന് വിഡ്രോ ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരാം. പേയ്മെൻറ്റ്സ് എന്നുള്ളതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിന്ന് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും. മിനിമം $10 നിങ്ങൾക്ക് അതിന് ഒരു ഏകദേശം ഒരു 10 ദിവസത്തിനുള്ളിൽ പിടിക്കും. അപ്പോൾ ആ ഒരു $10 നിങ്ങൾക്ക് ഇവിടെ റിക്വസ്റ്റ് പേ ഔട്ടായിട്ട് കൊടുക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഇതിൽ പേ ഔട്ടിൻ്റെ വരുന്ന അതിനെക്കുറിച്ചുള്ള ഫസ്റ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ ആ ഒരു ഫസ്റ്റ് സൈറ്റിൽ തന്നെ ഉണ്ടായിരുന്നു. ഹൗ ടു സ്റ്റാർട്ട് ഏണിങ്സ് എന്നുള്ളത് നമ്മൾ പരിചയപ്പെടുത്തിയതായിരുന്നു. നമ്മൾ പറഞ്ഞുതരാം. ജസ്റ്റ് സൈനപ്പ് ചെയ്യുക, അതിനുശേഷം നിങ്ങളുടെ ടാരിഫ് മോണിറ്റൈസർ എന്നുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയതിന് ശേഷം ആക്സസ് ടോക്കൺ കൊടുത്താൽ മാത്രം മതി. പിന്നെ അതോടൊപ്പം തന്നെ ഹൗ ടു വിഡ്രോ ദി മണി എന്നുള്ളതുണ്ട്. അതിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ മനസ്സിലാവും. നിങ്ങൾ ജസ്റ്റ് USDT ആയിട്ടാണ് വിഡ്രോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ $10 മിനിമം പേ ഔട്ട് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. $10 മിനിമം വിഡ്രോവൽ. 3 ദിവസം മുതൽ 5 ദിവസം ബിസിനസ് ഡേയ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് വിഡ്രോവൽ വരുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് വളരെ സേഫായിട്ട് മണി ഏൺ ചെയ്യാൻ പറ്റാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും ഇതിപ്പോൾ എങ്ങനെ ഇതിൽ വിഡ്രോ ചെയ്യുക അല്ലെങ്കിൽ എങ്ങനെ മനസ്സിലാവുന്നില്ലല്ലോ. നിങ്ങൾ ജസ്റ്റ് ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഒരു 10-15 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരും. ആ സമയത്ത് നിങ്ങൾ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ടെലഗ്രാമോ ചെക്ക് ചെയ്താൽ മതി. അതിലുണ്ടാവും എങ്ങനെയാണ് ഇതിൻ്റെ വിഡ്രോവൽ ചെയ്യുന്നത് എന്നുള്ളത്. അത് നമ്മൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ നമ്മളതിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം മറക്കണ്ട, നമ്മൾ ടെലഗ്രാമിലും കമ്മ്യൂണിറ്റിയിലും ജോയിൻ ചെയ്തവർക്ക് ഇത് എങ്ങനെയാണ് 10 ദിവസം കഴിഞ്ഞിട്ട് വിഡ്രോ ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ മുന്നിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നതായിരിക്കും. മിസ് ചെയ്യേണ്ട, മാക്സിമം എമൗണ്ട് ഏൺ ചെയ്യുക, മാക്സിമം വിഡ്രോ ചെയ്യുക. താങ്ക് യു.